സ്റ്റെംസ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കടകം ഇല ചാലഞ്ചിലെ രണ്ടാമത്തെ ദിവസം ഡേ 2 കുമ്പളത്തില തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ 65-നും ഫ്രൈഡ് റൈസിനും ഇടയിൽ ഒന്ന് നിന്ന് ഈ ഇലക്കറിക്ക് ഒരവസരം കൊടുക്കൂ. രുചിയും ആരോഗ്യവും ഒപ്പം, അതും കർക്കിടകത്തിൽ. ഒരു ദിവസം ഒരു ഇലക്കറി. അപ്പോൾ ഇന്ന് കുമ്പളത്തിലയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുമ്പളത്തില എടുക്കുക. ഇവിടെ ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പന്തലിലും നിലത്തും മതിലിലും എല്ലാം പടർന്നിട്ടുണ്ട്. നല്ല ഇല നോക്കി ഇളയത് നോക്കി പൊട്ടിച്ചെടുക്കണം. നമ്മുടെ ഈ കർക്കിടക ഇലക്കൂട്ടാൻ ചാലഞ്ചിൽ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയത് ചൊറിയണം കൊടുത്തൂവ കൊണ്ടായിരുന്നു. ഈ കർക്കിടകത്തിലെ പച്ചപ്പോട് ചേർന്ന് നിന്ന് ഓരോ ദിവസവും ഓരോ തരം ഇലയുടെ ഗുണവും രുചിയും അറിയാം. ഈ കർക്കിടക പ്രതിരോധ യാത്രയിൽ നിങ്ങളും കൂടെയുണ്ടാകുമെന്ന് കരുതുന്നു. കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. കുമ്പളത്തില പ്രധാനമായും അറിയപ്പെടുന്നത് അതിൻ്റെ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണത്തിനാണ്. ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ഇതിലെ ഒലിയൂറോപ്പിൻ, ലിക്സ്ട്രോസൈഡ് തുടങ്ങിയ സംയുക്തങ്ങൾ വീക്കത്തിന് കാരണമാകുന്ന സൈറ്റോകൈനുകളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു. പരമ്പരാഗതമായി കുമ്പളത്തില സന്ധിവേദന, വാദം, ഗൗട്ട് തുടങ്ങിയ അവസ്ഥകൾക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും നേരിയ മൂത്രാശയ പ്രശ്നങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ കർക്കിടകത്തില ചാലഞ്ചിലെ രണ്ടാമത്തെ ഇല കുമ്പളത്തില. ഈ കുമ്പളത്തില കൊണ്ട് നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കാം. ഭംഗിക്കൊരു ആൺപൂവും പറിച്ചെടുത്തു. ഇനി ഇതൊന്ന് പിച്ചിയെടുക്കുകയോ അരിഞ്ഞെടുക്കുകയോ വേണം. കഴുകിയിട്ട് അരിഞ്ഞാലും മതി, പിച്ചിയിട്ട് കഴുകിയാലും മതി. ഇതുപോലെ അതിൻ്റെ ഞരമ്പിൽ നിന്നും നാരിൽ നിന്നും ഇല വലിച്ചെടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ നമുക്കത് ഒന്നിച്ച് വെച്ച് അരിയും ചെയ്യാം. കുമ്പളത്തില വേഗം വേവും ചെയ്യും, പെട്ടെന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. മത്തൻ്റെല പോലെയല്ല. ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണം ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നേരിടാനും കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. പഴയ കാലത്തെ മുറിവുകൾ, മുഖക്കുരു, ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾക്ക് ബാഹ്യമായും ഉപയോഗിച്ചിരുന്നു അത്ര. ആവശ്യമുള്ളത് പിച്ചിയെടുത്ത് കഴിഞ്ഞു. ഈ നാര് വേണ്ട കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. അരിയുകയാണെങ്കിൽ നമ്മൾ കഴുകിയതിന് ശേഷം അരിഞ്ഞാൽ മതി. ഇത് വെറുതെ പിച്ചിരിക്കല്ലേ, അപ്പോൾ ഇതുപോലെ പിച്ചി കഴിഞ്ഞ് കഴുകിയെടുത്താൽ മതിയാകും. ഇത് കീടനാശിനിയൊന്നും അടിക്കാത്ത നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ. നല്ല പോലെ വെള്ളം ഒഴിച്ച് ഒലിമ്പി കഴുകി വാലാൻ വയ്ക്കുക. ഇനി ഇലത്തോരനിലേക്കുള്ള നാളികേരക്കൂട്ട് തയ്യാറാക്കാം. നാളികേരം ചിരകിയത് ഒരു വലിയ കപ്പ്, കാന്താരി മുളക്, 5-6 മണി കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി അല്ലി, കറിവേപ്പില, വെളിച്ചെണ്ണ, ചെറിയ ഉള്ളിയും ജീരകവും ഉപ്പും മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ ചതച്ചെടുക്കാം. കുരുമുളക് ഇട്ടു, ചീനമുളക് ഇട്ടു, വെളുത്തുള്ളിയും ഇട്ടു, കറിവേപ്പിലയും ഇതിൽ കൂട്ടാം. ചെറിയ ഉള്ളി മുഴുവനും ഇട്ടോളൂ. വലിയ ജീരകവും കൂടെ ഇട്ടു. ചിലർ ചെറിയ ജീരകമാണ് ഇടുക. നമ്മുടെ ഇഷ്ടത്തിന് ഏതിട്ടാലും കുഴപ്പമില്ല. എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് കറക്കിയെടുക്കാം. ആയിട്ടില്ല, ഇതിലെ കറിവേപ്പില ചതഞ്ഞിട്ടില്ല, ഒന്നുകൂടി കറക്കിയെടുക്കാം. ഇത് നല്ലപോലെ അരയാൻ പാടില്ല, ഒന്ന് ചതയാനേ പാടുള്ളൂ. കണ്ടോ, ഇപ്പോൾ കറിവേപ്പില എല്ലാം അരഞ്ഞു. ഇനി ഇല വേവിച്ചെടുക്കാം. ചട്ടി വെച്ചു. മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇലക്കറി ആകുമ്പോൾ മൺചട്ടിയും വെളിച്ചെണ്ണയാണ് ചേർച്ച. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക് പൊട്ടിച്ചതോ ക്രഷ്ഡ് ചില്ലിയോ ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളകും കരിയുന്നതിന് മുമ്പ് തന്നെ ഇല വേഗത്തിൽ ഇടാം. കുമ്പളത്തില വേഗം തന്നെ ആവി വന്നാൽ വേവാവും. അത് വേഗം ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് ചട്ടിയിൽ നിറഞ്ഞാലും കുഴപ്പമില്ല, അത് അടച്ചു വെക്കുമ്പോൾ താഴ്ന്നു പോകും. നന്നായി ഇളക്കി മറിച്ച് എണ്ണയും കടുകും എല്ലാ ഭാഗത്തും യോജിപ്പിക്കണം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർക്കാം. നമ്മൾ കൂടുതൽ ചെറിയ ഉള്ളി നാളികേരത്തിൽ ചേർത്ത് ചതച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നല്ല പോലെ മറിച്ചിളക്കി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം. ഇത്തിരി സമയം വേവായാൽ മതി. കുമ്പളത്തില വേഗം വേവും. ഇനി ഒന്ന് തുറന്ന് നോക്കി നല്ല പോലെ ഒന്ന് ചിക്കിയെടുത്ത് നാളികേരവും ചെറിയ ഉള്ളിയും എല്ലാം കൂട്ടി ചതച്ച് വെച്ച കൂട്ട് ഇതിലേക്കിട്ട് ഇളക്കി മറിച്ച് നല്ല പോലെ എല്ലാ ഭാഗത്തും നാളികേരം ചേരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പുണ്ട്. കാന്താരിയുടെ നല്ലൊരു മണമുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത വെളിച്ചെണ്ണൻ്റെ മണം പറയണ്ടല്ലോ. മണം മാത്രമല്ല, രുചിയും. തോരനിലേക്ക് ആ രുചിയാണല്ലോ സൂപ്പറാവുക. ഇതിപ്പോൾ നീരൊക്കെ വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആവുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ചിക്കി ഇളക്കി വെച്ചാൽ നമ്മുടെ ഈ ഇലത്തോരൻ വെന്ത് പാകമാകും. ഇനി ലാസ്റ്റ് ഒന്നുകൂടി ചെയ്യാനുണ്ട്. പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് തൂവിക്കൊടുക്കുക. ഇതും തോരൻ രുചിയാകാനുള്ള ഒരു ടിപ്പാണ്.
ചിലർ ചെറിയ ജീരകത്തിന് പകരം പെരുംജീരകം ചേർക്കാറുണ്ട്. അതും കൊള്ളാം. പക്ഷേ ഏറ്റവും പരമ്പരാഗതം വലിയ ജീരകം തന്നെ. നമ്മളിതിൽ വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ലാസ്റ്റ് ടേസ്റ്റ് നോക്കലാണ്. ഇതിലൊന്നും ചേർക്കാനില്ല. ഇനി കഴിഞ്ഞു. തീ ഓഫാക്കാം, വാങ്ങി വയ്ക്കാം. കർക്കിടകത്തിലെ ഔഷധക്കൂട്ടുകൾക്ക് മുന്നിൽ ആധുനിക ഒന്നുമല്ല. അത് വീട്ടമ്മമാരുടെ കൈപുണ്യത്തോടൊപ്പമാകുമ്പോൾ ഒന്നും പറയാനില്ല. അത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, അനുഭവിച്ചറിയുക തന്നെ വേണം. അപ്പം നമ്മുടെ സൂപ്പർ കുമ്പളത്തില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് കഞ്ഞിയുടെ കൂടെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ വളരെ സൂപ്പറായിരിക്കും. അരച്ചതും താളിച്ചതും എല്ലാം ഒത്തുവന്ന ഈ കൂട്ടാൻ കഞ്ഞിയുടെ കൂടെ പെർഫെക്റ്റ് കോംബോ. എന്തായാലും മൺചട്ടിയാണ്, അപ്പോൾ ഒരു പ്ലാവിലക്കയിലും കൂടി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ കുടിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തിലേക്ക് ഒന്നുകൂടി പോകും. പാടത്ത് ഞാറ് പറിക്കുമ്പോഴും മറ്റും പണിക്കാരൊക്കെ ഇതുപോലെ വട്ടളഞ്ഞിരുന്ന് പ്ലാവിലയിൽ ഈർക്കിലി കുത്തി ഇതുപോലെ കയ്യിലുണ്ടാക്കിയിട്ടാണ് കഞ്ഞി കുടിക്കാറ്. അത് കാണാനും നല്ലൊരു ഭംഗി തന്നെയായിരുന്നു. ഞങ്ങളും കൂടെ ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. കർക്കിടകത്തിൽ ഈ കുമ്പളത്തില കൂട്ടാൻ്റെ കൂടെ കഞ്ഞിയാണ് നല്ലത്. കൂടെ നമുക്ക് വേണമെങ്കിൽ ചമ്മന്തിയും കൂട്ടാം. കഞ്ഞിയും ചമ്മന്തിയും കൂടെയുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും എന്തിന്. അപ്പോൾ നിങ്ങളും ഈ കർക്കിടകം ഇതുപോലെയൊക്കെ ഒന്ന് ആഘോഷിക്കൂ. ഇത് കർക്കിടക ഇലക്കറി ചാലഞ്ചിലെ രണ്ടാമത്തെ ഇലക്കറി. ഇനി മൂന്നാമത്തെ ഇലക്കറിയുമായി വീണ്ടും കാണാം.